എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിഫറെന്റ് തിയറീസ് ഓഫ് ഇമോഷൻസ് ആണ് പഠിച്ചത്. അതിന്റെ അടുത്ത തിയറിയാണ് അപ്രൈസൽ തിയറി ഓഫ് ഇമോഷൻ. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാം. Researchers have developed several theories of how human emotions arise and are represented in the brain. നമുക്ക് എങ്ങനെയാണ് വികാരങ്ങൾ അനുഭവപ്പെടുന്നത്, അത് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ എങ്ങനെയാണ് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഡിഫറെന്റ് തിയറീസ് ഓഫ് ഇമോഷൻസ് ഇതിന് മുന്നുള്ള വീഡിയോകളിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയിൽ ഒന്നാണ് അപ്രൈസൽ തിയറി ഓഫ് ഇമോഷൻ. The appraisal theory of emotion proposes that emotions are extracted from our appraisals of events. That means from our evaluations, interpretations and explanations. അപ്രൈസൽ തിയറി പറയുന്നത് നമുക്ക് വികാരങ്ങൾ അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്, നമ്മൾ ഓരോ സാഹചര്യങ്ങളെയും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസ്, ഓരോ അവസ്ഥകളെ അല്ലെങ്കിൽ ഓരോ വസ്തുക്കളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്രൈസൽ ഓഫ് ഇവന്റ്സ് അതിൽ വരുന്നതാണ് നമ്മുടെ ഇവാലുവേഷൻസ്, ഇന്റർപ്രിട്ടേഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻസ്. നമ്മൾ എങ്ങനെ കാര്യങ്ങളെ മൂല്യനിർണ്ണയം നടത്തുന്നു, എങ്ങനെ വ്യാഖ്യാനിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ വിശദീകരിക്കുന്നു, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾക്ക് വികാരങ്ങൾ അനുഭവപ്പെടുന്നതെന്നാണ് അപ്രൈസൽ തിയറി പറയുന്നത്. ദീസ് അപ്രൈസൽസ് ലീഡ് ടു ഡിഫറെന്റ് സ്പെസിഫിക് റിയാക്ഷൻസ് ഇൻ ഡിഫറെന്റ് പീപ്പിൾ. ഇങ്ങനെയുള്ള വിലയിരുത്തലുകൾ പല വ്യക്തികളിലും പല രീതിയിലുള്ള റിയാക്ഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. Appraisal theories of emotions are cognitive theories of emotion. That means thinking must occur first before experiencing emotion. അപ്രൈസൽ തിയറി ഒരു കോഗ്നിറ്റീവ് തിയറിക്ക് എക്സാമ്പിൾ ആണ്. കോഗ്നിറ്റീവ് തിയറി ഓഫ് ഇമോഷൻ എന്താ പറയുന്നത്, തിങ്കിങ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും വ്യക്തമായ സ്വാധീനം നമ്മളുടെ വികാരങ്ങൾ അനുഭവപ്പെടുന്നതിലുണ്ട്. അങ്ങനെയുള്ള തിയറികൾക്കാണ് കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അപ്രൈസൽ തിയറിയിൽ പറയുന്നുണ്ട് നമ്മൾ ഒരു സിറ്റുവേഷനെ എങ്ങനെ വിശദീകരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, എങ്ങനെ വിലയിരുത്തുന്നു, ഇതൊക്കെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അപ്രൈസൽ തിയറി ഒരു കോഗ്നിറ്റീവ് തിയറി ഓഫ് ഇമോഷൻ ആണെന്ന് പറയുന്നത്. തോട്ട് ആൻഡ് മെന്റൽ ആക്ടിവിറ്റീസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ഫോമിങ് ഇമോഷൻസ്. നമ്മുടെ ചിന്തകൾക്കും മാനസിക പ്രക്രിയകൾക്കും വികാരങ്ങൾ രൂപപ്പെടുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അപ്രൈസൽ തിയറി ഓഫ് ഇമോഷൻ ഒരു കോഗ്നിറ്റീവ് തിയറി ആണെന്ന് പറയുന്നത്. The appraisal theory of emotion developed primarily through the works of prominent researchers Magda B. Arnold and Richard Lazarus. മനഃശാസ്ത്രജ്ഞരായ മഗ്ഡ ബി അർണോൾഡിന്റെയും റിച്ചാർഡ് ലാസറസിന്റെയും വർക്കുകളാണ് ഈ അപ്രൈസൽ തിയറിക്ക് ആധാരം. The central question that the appraisal theory seeks to answer is why different people have different perceptions and emotional reactions to same situations. അപ്രൈസൽ തിയറി ഏറ്റവും കൂടുതൽ സ്പെസിഫൈ ചെയ്യുന്ന എന്ത് കാര്യത്തിനാണ്, ഒരു സാഹചര്യം കാണുമ്പോൾ പല വ്യക്തികളും പല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പ്രതികരിക്കുന്നത് പല രീതിയിലാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അപ്രൈസൽ തിയറി. അവരെന്താ പറയുന്നത്, ഇമോഷൻസ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം അവർ അപ്രൈസൽസ് ഓഫ് ഇവന്റ്സ്. നമ്മൾ സാഹചര്യങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾക്ക് വികാരങ്ങൾ അനുഭവപ്പെടുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ പേഴ്സൺ ഗോസ് ഫോർ ആൻ ഔട്ടിംഗ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് പെർസീവ്സ് ദ ഔട്ടിംഗ് ആസ് പോസിറ്റീവ്, ദേ മൈറ്റ് ഫീൽ ഹാപ്പിനെസ്, ജോയ്, എക്സൈറ്റ്മെന്റ് എക്സെട്ര because they have appraised this event as one that could have a positive effect. ഒരു വ്യക്തി തൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഔട്ടിങ്ങിന് അല്ലെങ്കിൽ പുറത്ത് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പുള്ളി അത് ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എനിക്കൊരു സന്തോഷകരമായ ഒരു അനുഭവമാണ് തരാൻ പോകുന്നതെന്ന് വിചാരിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ പുറത്തൊക്കെ പോയി നടക്കുന്നത് അവനൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അപ്രൈസൽ അവിടെ എന്താണ്, പോസിറ്റീവായിട്ടാണ് രേഖപ്പെടുത്തിയത്. ഓൺ ദ അതർ ഹാൻഡ്, if the outing is perceived negatively, the person's resulting emotions might include dejection, sadness, emptiness, fear, etc. പക്ഷേ കൂട്ടുകാരുടെ കൂടെ പുറത്ത് പോകാനോ അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോകാനോ താല്പര്യമില്ലാത്ത ഒരാൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. എനിക്ക് പോകാൻ താല്പര്യമില്ല, പക്ഷേ ആരുടേക്കോ നിർബന്ധത്തിന് ഞാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് ഫീലിംഗ് ആണ് അവിടെ ഉണ്ടാകുന്നത്, ഒരു ഭയവും താല്പര്യമില്ലായ്മയും ഒക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരേ സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളത്, പക്ഷേ രണ്ടുപേരുടെയും അപ്രൈസൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ വിലയിരുത്തുന്നത് രണ്ട് രീതിയിലാണ്. ഒരാൾക്ക് പോസിറ്റീവായിട്ടും ഒരാൾ നെഗറ്റീവായിട്ടുമാണ് അതിനെ കാണുന്നത്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഇമോഷൻസും ഡിഫറെൻ്റ് ആണ്. ഇതാണ് അപ്രൈസൽ തിയറി ഓഫ് ഇമോഷൻ പറയുന്നത്. ഈ അപ്രൈസൽ തിയറി ഓഫ് ഇമോഷൻസിൽ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് ആളുകളുടെയാണ് പഠിക്കാനുള്ളത്. അപ്രൈസൽ തിയറി ഓഫ് ഇമോഷൻ ബൈ മഗ്ഡ ബി അർണോൾഡ് ആൻഡ് കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറി ഓഫ് ഇമോഷൻ ബൈ റിച്ചാർഡ് ലാസറസ്. നമുക്ക് അർണോൾഡ്സ് അപ്രൈസൽ തിയറി എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം.
Magda B. Arnold was an American psychologist who coined the term appraisal to refer the cognitive processes preceding the elicitation of an emotion. മഗ്ദ ബി അർണോൾഡ് എന്ന മനഃശാസ്ത്രജ്ഞയാണ് നമ്മുടെ മാനസിക പ്രക്രിയകൾക്കും നമ്മുടെ വികാരങ്ങൾ അനുഭവപ്പെടുന്നതിനും ഒരു അപ്രൈസൽ അല്ലെങ്കിൽ വിലയിരുത്തൽ എന്ന വാക്കുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരു വ്യക്തിക്ക് വികാരങ്ങൾ അനുഭവപ്പെടുന്നതിന് മുൻപ് ഉണ്ടാകുന്ന കോഗ്നിറ്റീവ് പ്രോസസ്സ് അല്ലെങ്കിൽ മാനസിക പ്രക്രിയകൾക്ക് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? നമ്മുടെ അപ്രൈസൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്നാണ് മഗ്ദ ബി അർണോൾഡ് പറഞ്ഞത്. She developed a cognitive theory in 1960s which specified that the first step in experiencing an emotion is an appraisal of a situation. നമ്മളൊരു സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് നമ്മൾക്ക് വികാരങ്ങൾ അനുഭവപ്പെടുന്നതെന്നാണ് മഗ്ദ ബി അർണോൾഡ് പറഞ്ഞത്. Arnold's appraisal theory suggested that emotions don't result from physiological changes, but that people need to make an appraisal about whether or not an object or situation affects them in one way or another. നമുക്ക് ഫിസിയോളജിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ എറൗസൽ, ശാരീരിക ഉത്തേജനം വരുന്നതിലൂടെ മാത്രമല്ല നമുക്ക് വികാരങ്ങൾ അനുഭവപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ സാഹചര്യത്തെ അല്ലെങ്കിൽ ആ വസ്തുവിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. നമ്മൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ഉൾക്കൊള്ളുന്നു, നമുക്കത് നല്ലതാണോ നമുക്ക് ചീത്തയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചതിന് ശേഷമാണ് നമുക്ക് ഇമോഷൻസ് വരുന്നതെന്നാണ് മഗ്ദ ബി അർണോൾഡ്സ് അപ്രൈസൽ തിയറിയിൽ പറയുന്നത്. This evaluation produces a feeling of attraction or aversion which causes you to either get closer to or distance yourself from the object or situation. നമ്മൾ ഇങ്ങനെ സാഹചര്യത്തെ അല്ലെങ്കിൽ ആ കാര്യത്തെ വിലയിരുത്തുന്നത് വഴി രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്തൊക്കെയാണ്? അട്രാക്ഷൻ, ഒന്നുകിൽ നമുക്ക് ആ കാര്യത്തോട് ഒരു താല്പര്യം തോന്നും, ഓർ അവേർഷൻ അല്ലെങ്കിൽ ആ വസ്തുത ആ സാഹചര്യത്തോട് നമുക്ക് വെറുപ്പ് അനുഭവപ്പെടും. ഇങ്ങനെ തോന്നുന്നതനുസരിച്ച് അടുപ്പമാണ് അല്ലെങ്കിൽ താല്പര്യമാണ് തോന്നുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സാഹചര്യത്തോട് കൂടുതൽ അടുക്കും. ഗെറ്റ് ക്ലോസർ ടു ദ സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് വെറുപ്പാണ് തോന്നുന്നതെങ്കിലോ വി വിൽ ഡിസ്റ്റൻസ് അവർസെൽഫ് ഫ്രം ദ സിറ്റുവേഷൻ. നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കും. ഇങ്ങനെയാണ് അപ്രൈസൽ അല്ലെങ്കിൽ വിലയിരുത്തൽ വഴി നമ്മൾക്ക് വികാരങ്ങൾ അനുഭവപ്പെടുന്നത്. She identified physiological changes as important to the process but not as the initiator of people's reactions and experiences. ശാരീരികമായ ഉത്തേജനം അനുഭവപ്പെടുന്നതിന്റെ കാരണം കൊണ്ടല്ല നമ്മൾക്ക് വികാരങ്ങൾ അനുഭവപ്പെടുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ്? നമ്മൾ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്നാണ് അർണോൾഡ്സ് അപ്രൈസൽ തിയറി പറയുന്നത്. The sequence of emotional formation according to Magda B. Arnold is perception, immediate evaluation, ഇമോഷൻ ആൻഡ് ആക്ഷൻ ടെൻഡൻസീസ്. അപ്പോൾ ആദ്യം എന്താണ്? പെർസെപ്ഷൻ. വി ആർ പെർസീവിങ് ദ ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ, ദാറ്റ് മീൻസ് നോയിങ് വാട്ട് ഇറ്റ് ഈസ്. ഈ സാഹചര്യം എന്താണെന്ന് തിരിച്ചറിയും. ആൻഡ് കൺസിഡർ ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അവർ സെൽഫ്. നമുക്ക് അതിനോടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കും. ഡ്യൂറിങ് ദാറ്റ് പ്രോസസ് യു ടെൻ ടു ക്ലാസിഫൈ ഇറ്റ് ഇൻ ടു 1 or 2 കാറ്റഗറീസ്. നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യം നടക്കുമ്പോൾ നമ്മൾ രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യും. പ്ലസന്റ് ഓർ അൺപ്ലസന്റ്. നമുക്ക് സന്തോഷം നൽകുന്നതാണോ അല്ലെങ്കിൽ മോശമായിട്ടൊരു അനുഭവം നൽകുന്നതാണോ എന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യും. ദാറ്റ് മീൻസ് പെർസീവിങ് ദ സിറ്റുവേഷൻ ആസ് പ്ലസന്റ് ഓർ അൺപ്ലസന്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഫൈൻഡ് എ ലയൺ റോറിംഗ് ഇൻ ദ മിഡിൽ ഓഫ് സ്ട്രീറ്റ് യു വിൽ അപ്രൈസ് ഇറ്റ് ആസ് സംതിങ് അൺപ്ലസന്റ് ആൻഡ് ഇറ്റ് വിൽ കോസ് ഫിയർ. നമ്മൾ ഒരു സ്ട്രീറ്റ് അല്ലെങ്കിൽ ഒരു തെരുവിൻ്റെ നടുക്ക് ഒരു സിംഹം നിന്ന് ഗർജിക്കുന്നത് കാണുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ എന്താണ് പെർസീവ് ചെയ്യുക? നമ്മൾ എങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത്? ഒരു അപകടകരമായ സാഹചര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ബട്ട് ഇഫ് യു സീ ദ സെയിം ലയൺ ഇൻ ദ സൂ വെർ ഇറ്റ് ഡസ് നോട്ട് പോസ് എനി ഡേഞ്ചർ ടു യു, യു മൈറ്റ് അസസ് ദ എക്സ്പീരിയൻസ് ആസ് പ്ലസന്റ്. പക്ഷേ നിങ്ങൾ ഇതേ സിംഹം ഒരു മൃഗശാലയിൽ നിന്ന് ഗർജിക്കുന്നതാണ് കാണുന്നെങ്കിൽ ആ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾക്കൊരു പ്ലസന്റ് ആയിട്ടാണ് തോന്നുന്നത്, ഒരു സന്തോഷകരമായ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൗതുകം നൽകുന്ന സാഹചര്യമായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ വിളിച്ച് കാണിക്കും അത് ഗർജിക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ച്. അപ്പോൾ നിങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കത്തില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊരു പ്ലസന്റ് ഇമോഷൻ തരുന്ന അല്ലെങ്കിൽ നിങ്ങൾ സേഫ് ആണെന്ന് തോന്നിക്കുന്ന ഒരു ഇമോഷനാണ് നിങ്ങൾ ആ സാഹചര്യത്തെ വിലയിരുത്തിയപ്പോൾ നിങ്ങൾക്കുണ്ടായത്. രണ്ട് ഇൻസിഡന്റിലും സിംഹം നിന്ന് ഗർജിക്കുന്നതാണ് കാണുന്നത്, പക്ഷേ നമ്മുടെ അവിടുത്തെ സാഹചര്യമാണ് വ്യത്യാസം. അതാണ് അപ്രൈസൽ തിയറിയിൽ പറയുന്നത്. ഹൗ വി അപ്രൈസ് ദ ഇവന്റ്സ്. നമ്മൾ എങ്ങനെ സാഹചര്യത്തെ വിലയിരുത്തുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾക്ക് വികാരങ്ങൾ അനുഭവപ്പെടുന്നത്. അടുത്തതാണ് ഇമ്മീഡിയറ്റ് ഇവാലുവേഷൻ. ദ ജഡ്ജ്മെന്റ് ഓർ അസസ്മെന്റ് ഓഫ് ദ സിറ്റുവേഷൻ ആർ ഇമ്മീഡിയറ്റ്, ഓട്ടോമാറ്റിക്, ഡയറക്റ്റ് ആൻഡ് യു ആക്ട് വിത്തൗട്ട് തിങ്കിങ് ട്വൈസ്. നമ്മൾ ഒരു കാര്യത്തെ പെർസീവ് ചെയ്തു,
പെട്ടെന്ന് തന്നെയാണ് അവിടെ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് നടക്കുന്നത്. നിങ്ങൾ അതിനെ വിലയിരുത്തുകയാണ്, പ്ലസന്റ് ആണോ അൺപ്ലസന്റ് ആണോ എന്നൊക്കെ. ഇത് രണ്ടാമതൊരു ചിന്തിക്കുന്ന കാര്യമേ ഇല്ല. അത്രയ്ക്ക് ഓട്ടോമാറ്റിക് ആയിട്ടാണ്, അത്രയ്ക്ക് ക്വിക്കാണ്, ഡയറക്റ്റ് ആണ്. യു ആക്ട് വിത്തൗട്ട് തിങ്കിങ് ട്വൈസ്. രണ്ടാമതൊന്നും ചിന്തിക്കാതെ തന്നെ നിങ്ങൾ തീരുമാനം എടുക്കും. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇഫ് യു സീ എ സ്നേക്ക് നിയർ യു, യു വിൽ സർട്ടൻലി റൺ അവേ. നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് ഒരു പാമ്പിനെ കാണുവാണെങ്കിൽ അവിടെ ചിന്തിച്ച് ആലോചിച്ച് നിൽക്കോ? ഇല്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഈ രണ്ട് കാര്യങ്ങളും എന്താണ്? ഒരുപാട് ആലോചിച്ചിട്ടാണോ ചെയ്യണേ? നമ്മൾ വളരെ ക്വിക്കായിട്ട് ചെയ്യുന്ന കാര്യമാണ്. പെട്ടെന്ന് നമ്മൾ രണ്ടാമതൊന്നും ചിന്തിച്ച് സമയം കളയാതെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതാണ് അർണോൾഡിന്റെ അപ്രൈസൽ തിയറിയിൽ പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്? ആക്ഷൻ ടെൻഡൻസിയാണ്. അപ്പോൾ നമുക്കവിടെ ഇമോഷൻ ഏതാണ്? ഭയം എന്നുള്ള വികാരം അനുഭവപ്പെട്ടു. ആൻഡ് ആക്ഷൻ എന്താണ്? ഓടി രക്ഷപ്പെടുക. യു വിൽ റൺ അവേ. Action tendency and emotion. When you assess the situation as pleasant or unpleasant, you start an action tendency. നമ്മൾക്ക് ഒരു സാഹചര്യത്തിൽ നമ്മൾ പെർസീവ് ചെയ്തു, അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ജഡ്ജ് ചെയ്തു, അതായത് ഒരു അപ്രൈസൽ ഫോർമേഷൻ അവിടെ ഉണ്ടായി. അപ്പോൾ നമുക്ക് പ്ലസന്റ് ആണോ അൺപ്ലസന്റ് ആണോ എന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആക്ഷൻ ടെൻഡൻസി, നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം അവിടെ നടത്താൻ നോക്കും. ഒരു ഹാപ്പി സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ അറിയാതെ കൈയടിക്കും. വളരെ ദുഃഖം തരുന്നതാണെങ്കിൽ നിങ്ങൾ കഴിയുന്നത് അതിൽ നിന്ന് മാറി നിൽക്കുകയോ, അല്ലെങ്കിൽ ഭയപ്പെടുന്നതാണെങ്കിൽ ഓടി രക്ഷപ്പെടുകയോ ഒക്കെ ചെയ്യും. വെൻ യു ആർ ഹാപ്പി യു വിൽ ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, ഓർ വെൻ യു ആർ ആംഗ്രി യു വിൽ ഫീൽ ലൈക്ക് സ്ലാമിങ് ഡോർസ് ഓർ ത്രോയിങ് തിങ്സ്. നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ നിങ്ങൾ കൈയടിക്കും. വളരെ ദേഷ്യം വരുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങളുടെ മുഷ്ടി ചുരുട്ടുകയും നിങ്ങൾ സാധനങ്ങൾ വലിച്ചെറിയും, ഡോറ് വലിച്ചടയ്ക്കുക, അങ്ങനെ തല്ലി പൊട്ടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നും. അതാണ് അതിൻ്റെ ഇമോഷൻസിനോട് അസോസിയേറ്റ് ചെയ്ത ആക്ഷൻ ടെൻഡൻസി. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കണമെന്ന് ഉള്ളിൽ നിന്ന് തോന്നും. Thus, your emotional appraisal will determine your behavior towards something that you have evaluated. അപ്പോൾ നമ്മുടെ പെരുമാറ്റം എന്തിനെ ആസ്പദമാക്കിയാണ്? നമ്മൾ ആ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് നമ്മൾക്ക് വികാരങ്ങൾ അനുഭവപ്പെടുന്നതെന്നാണ് അർണോൾഡ്സ് അപ്രൈസൽ തിയറിയിൽ പറയുന്നത്. With her appraisal theory, Magda B. Arnold suggested that when physiological states are activated and don't follow an action, you can end up feeling very uncomfortable and frustrated. മഗ്ഡ ബി അർണോൾഡ് പറയുന്നത് നമുക്ക് ഇമോഷൻസ് ഉണ്ടായി, അതിനെ അസോസിയേറ്റ് ചെയ്ത് നമുക്കൊരു പ്രവൃത്തി ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറും എന്നാണ്. അതായത് നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി, പക്ഷെ അത് ഒരു രീതിയിലും പ്രകടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ദേഷ്യം തോന്നി, പക്ഷേ അത് ഒരു രീതിയിലും ആരോടും പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മാനസികാവസ്ഥയെ തന്നെ ബാധിക്കും എന്നാണ് അർണോൾഡ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അർണോൾഡ്സ് അപ്രൈസൽ തിയറിയാണ് പഠിച്ചത്. എന്താണ് അപ്രൈസൽ തിയറി ഓഫ് ഇമോഷൻ? According to appraisal theory, the emotions are extracted from our appraisals of events. നമ്മൾ സാഹചര്യങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾക്ക് വികാരങ്ങൾ അനുഭവപ്പെടുന്നതെന്നാണ് അപ്രൈസൽ തിയറി പറയുന്നത്. Arnold's appraisal theory suggests that emotions don't result from physiological changes, but that people need to make an appraisal about whether or not an object or situation affects them in one way or other. നമ്മൾക്ക് ആ സാഹചര്യം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ വിലയിരുത്തുന്നതിന് അടിസ്ഥാനമാക്കിയാണ് ഒരു വ്യക്തിക്ക് വികാരങ്ങൾ അനുഭവപ്പെടുന്നതെന്നാണ് മാഗ്ഡ ബി അർണോൾഡ് അവരുടെ അർണോൾഡ്സ് അപ്രൈസൽ തിയറിയിൽ പറയുന്നത്. ആൻഡ് ദ സീക്വൻസ് ഓഫ് ഇമോഷണൽ ഫോർമേഷൻ ഈസ് പെർസെപ്ഷൻ, ഇമ്മീഡിയറ്റ് ഇവാലുവേഷൻ, ഇമോഷൻ ആൻഡ് ആക്ഷൻ ടെൻഡൻസീസ്. ഈ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്കിന്റെ വീഡിയോസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്കറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. താങ്ക്